തമിഴ്നാട് കവരപ്പേട്ടയിൽ ട്രെയിൻ അപകടം അട്ടിമറിയെന്ന് റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട്. ട്രാക്ക് ഇന്റർലോക്കിംഗ് സിസ്റ്റത്തിലെ നട്ടുകളും ബോൾട്ടുകളും മനഃപൂർവ്വം നീക്കം ചെയ്തു. പിന്നിൽ പരിശീലനം കിട്ടിയവരെന്ന സംശയം. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോഴത്തെ അന്വേഷണം അല്ലെങ്കിൽ തുടരന്വേഷണം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമോ വിവരങ്ങളോ ഉണ്ടോ? ഗൂഗിൾ ഈ കവരപ്പേട്ട ട്രെയിൻ അപകടം ഉണ്ടായത് ഒക്ടോബർ 11-നാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 11-ന് ഈ അപകടം നടക്കുമ്പോൾ ആദ്യ 2 ദിവസത്തെ പരിശോധനയ്ക്കുള്ളിൽ തന്നെ ഇത് അട്ടിമറിയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. NIA അടക്കം വന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്നു. NIAയുടെ റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ റെയിൽവേയുടെ സുരക്ഷാ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അട്ടിമറിയാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു അട്ടിമറി നടത്തിയത് ഏറ്റവും അധികം ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ഒരാളായിരിക്കും എന്നുകൂടി ഈ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പക്ഷേ റെയിൽവേ ജീവനക്കാർ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാർ ഇവിടെ ഈ സ്ഥിരമായി ഈ റൂട്ടിൽ വന്നു പോകുന്ന റെയിൽവേയുമായി ഏറ്റവും അധികം അടുത്ത് ബന്ധമുള്ള ഇതിൽ കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകൾ, പ്രായോഗിക അറിവുള്ള ആളുകൾ ആരെങ്കിലും ആയിരിക്കാം ഇതിന് പിന്നിൽ എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അതിന്റെ ഗുരുതര സ്വഭാവം അതിന്റെ പാരമ്യത്തിലെത്തുകയാണ്. അത്ര വലിയ ഒരു അട്ടിമറി ശ്രമമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള അട്ടിമറിയാണ് എന്നുകൂടി വ്യക്തമാകുന്നു. ഈ നമ്പർ 51B പോയിന്റിലാണ് ഇത്തരത്തിൽ ഒരു നെട്ടുകളും ബോൾട്ടുകളും ഒക്കെ ഇളകിയ നിലയിൽ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അത് പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു അപകടം, എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഉണ്ടാകുന്നതല്ല, മറിച്ച് മനഃപൂർവ്വം ഇളകിയാൽ മാത്രം ഇളകുന്നതാണ്. അത് ട്രെയിൻ കയറി ഇറങ്ങുമ്പോൾ ഇളകിയതാണ് എന്ന് ആ സമയത്ത് അങ്ങനെ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മനഃപൂർവ്വമായി ഇളക്കിയതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് 13 ഈ ബോഗികളാണ് പാളം തെറ്റുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ മാത്രമല്ല, ലോക്കോ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് പിഴവുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു സുരക്ഷാ വീഴ്ച കൂടി പറഞ്ഞു വെക്കുന്ന റിപ്പോർട്ടിൽ മന്ത്രാലയത്തിന് ഒരു മറുപടി കൂടി വന്നിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയം പറയുന്നത് ഇന്റേണൽ സർവൈലൻസ് ശക്തമാക്കണം എന്നുള്ളതാണ്. അത് തൊഴിലാളികളെ വീക്ഷിക്കുന്നതിലായാലും ഒക്കെയും ആ സർവൈലൻസ് ശക്തമാക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള G. സുബ്രഹ്മണ്യക്ക് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരത്തിനുള്ള ശുപാർശ നൽകുമെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. റെയിൽവേയുടെ മറുപടിയും വന്നിരിക്കുന്നു. ഒരു പക്ഷേ അകത്ത് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഇതുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.